വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിൽ എത്തുവോളം ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിൽ എത്തുവോളം ജീവനുതുക ജീവനായക ജീവനാളമാ എരിഞ്ഞു തീരുക. ജീവനുതുക ജീവനായക ജീവനാളമാ എരിഞ്ഞു തീരുക. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിൽ എത്തുവോളം ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിൽ എത്തുവോളം. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് രാവിലെ ഉണരുവാൻ തക്കവണ്ണം നമുക്ക് ആയുസ്സും ആരോഗ്യവും നൽകി തന്ന വലിയവനായ ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നന്ദി അർപ്പിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാവിലെയുള്ള ധ്യാനത്തിനായി 86 സങ്കീർത്തനം 11 വാക്യത്തിൻ്റെ അവസാന ഭാഗം വായിക്കാം. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. ദാവീദ് രാജാവിൻ്റെ ഒരു പ്രാർത്ഥനയാണല്ലോ ഈ 86 സങ്കീർത്തനം. അതിൽ തൻ്റെ പ്രാർത്ഥനയുടെ ഓരോരോ പടികളും നമുക്ക് കാണുവാൻ സാധിക്കും. ആ ഓരോ പടികളും വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടുള്ള ബന്ധത്തിൽ താൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഉയർത്തുകയും ചെയ്യുന്ന വാക്യമാണ് 10 വാക്യം. നീ വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമല്ലോ, നീ മാത്രം ദൈവമാകുന്നു. അതിനുശേഷമായി താൻ പറയുകയാണ്, കർത്താവേ, എൻ്റെ ഹൃദയത്തെ ഒന്ന് ഏകാഗ്രമാക്കുവാൻ എന്നെ സഹായിക്കണമേ. എന്തിനു വേണ്ടിയാണ് എന്നും താൻ സൂചിപ്പിക്കുന്നുണ്ട്. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ അതെന്നെ സഹായിക്കുന്നു എന്നുള്ളത് തന്നെ. വലിയവനായ ദൈവത്തെ ഭയപ്പെടുവാൻ ഇടയാകണമെങ്കിൽ നമ്മുടെ ഹൃദയം ഏകാഗ്രമായിരിക്കണം. ഹൃദയത്തെ ഏകാഗ്രമാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളതായ ഒരു കാര്യമല്ല. നമുക്കറിയാം, നമ്മുടെ ഹൃദയത്തിൽ എല്ലാ സമയത്തും ഓരോരോ ചിന്തകളുണ്ട്. അങ്ങനെ ആ ചിന്തകൾ ഒന്നിന് പിന്നാലെ ഒന്നായി നമ്മുടെ മുൻപിലേക്ക് കടന്നു വരികയാണ്. ഒരു പക്ഷേ നാം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പോലും പല ചിന്തകളും നമ്മുടെ മനസ്സിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. മനഃശാസ്ത്രജ്ഞർ പറയുന്നതനുസരിച്ച് മനസ്സിന് 3 ഭാഗങ്ങളുണ്ട്. ബോധമണ്ഡലമുണ്ട്, ഉപബോധമണ്ഡലമുണ്ട്, അബോധമണ്ഡലമുണ്ട്. നാം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്ന് പലതും നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് വരികയും നാം അതിനെ സ്വപ്നമായി കാണുകയും ചെയ്യുന്നു എന്നാണ് മനഃശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത്. എന്തായിരുന്നാലും നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായ ഒരു കാര്യമല്ല. ദൈവദാസനായ ദാവീദ് രാജാവ് പറയുന്നത്, ദൈവത്തെ ഞാൻ ഭയപ്പെടണമെങ്കിൽ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കുവാൻ എനിക്ക് സാധിക്കണം എന്നുള്ളതത്രേ. ഇത് രാവിലെ നമ്മുടെ ഹൃദയത്തെ ഒന്ന് ഏകാഗ്രമാക്കുവാൻ നമുക്ക് സാധിക്കുമോ? ദൈവത്തെ ഭയപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ആദ്യം ചെയ്യേണ്ടുന്നതായ അതിപ്രധാനമായ കാര്യം ഹൃദയത്തെ ഏകാഗ്രമാക്കുക എന്നുള്ളത് തന്നെയാണ്. ഹൃദയത്തെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കുമ്പോൾ നാം ദൈവത്തെ മാത്രമായി കാണുകയാണ്. അവിടുത്തെ തേജസ് മാത്രം നാം കാണുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ മറ്റ് യാതൊരു ചിന്തകളും ഇല്ലാതെ ദൈവചിന്ത മാത്രം നിറഞ്ഞിരിക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയായി നാം മാറുകയാണ്. വലിയവനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹത്തെ നമുക്ക് ഓർക്കുവാൻ സാധിക്കണം. ദൈവരൂപത്തിലിരുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ഈ താണലോകത്തിലേക്ക് അയച്ചത് കാണുവാൻ നമുക്കിടയായിത്തീരണം. കാൽവരി ക്രൂശിൽ അവിടുന്ന് നമുക്ക് വേണ്ടി യാഗമായി അർപ്പിക്കപ്പെട്ടത് കാണുവാൻ നമുക്കിടയായിത്തീരണം. അങ്ങനെ ദൈവസ്നേഹത്തെ നാം തിരിച്ചറിയണം. ആ ദൈവസ്നേഹം നമുക്ക് അനുഭവവേദ്യമായി തീരണം. അങ്ങനെ ദൈവത്തോടുള്ള ഭക്തിയും ഭയവും നമ്മെ വലിയൊരു ആരാധനയിലേക്ക് നയിക്കുന്ന അനുഭവം നമുക്കുണ്ടാകുന്നു. അങ്ങനെ ഹൃദയത്തെ ഏകാഗ്രമാക്കി ദൈവത്തെ ഭയപ്പെടുവാനും ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെന്ന് ദൈവത്തിന് നന്ദി അർപ്പിക്കുവാനും നമുക്ക് സാധിക്കുന്ന ഒരു വലിയ അനുഭവത്തിൻ്റെ ഉടമയായി നാം മാറുകയാണ്. അപ്പോഴാണ് വാസ്തവത്തിൽ ദൈവം നമ്മിൽ പ്രസാദിക്കുന്നത്. ഇന്ന് രാവിലെ അതിനായി നമ്മുടെ ഹൃദയത്തെ ഒരുക്കുവാനുള്ള ഒരവസരമായി ഇത് മാറട്ടെ.
ഹൃദയത്തെ ഏകാഗ്രമാക്കി ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലുവാൻ നമുക്കിടയായിത്തീരണം. അപ്പോഴാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. അപ്പോഴാണ് ദൈവം ഇന്ന് നാം ചെയ്യേണ്ടുന്നതായ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മെ അറിയിക്കുന്നത്. അപ്പോഴാണ് ദൈവഹിതം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. പലപ്പോഴും ഹൃദയത്തെ ഏകാഗ്രമാക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. നാം പലപ്പോഴും വിവിധങ്ങളായ ചിന്തകളാൽ ഭാരമനുഭവിക്കുന്നവരാണ്. വിവിധങ്ങളായ ചിന്താകുലങ്ങൾ നമ്മെ വല്ലാതെ ഭാരപ്പെടുത്തുന്നവയായിട്ടുണ്ട്. അതുകൊണ്ട് ഹൃദയത്തെ ഏകാഗ്രമാക്കുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. എന്നാൽ നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്ന ഈ പ്രഭാത സമയത്തിൽ നമ്മുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കി മറ്റുള്ള എല്ലാ ചിന്തകളും മാറ്റിവെച്ചിട്ട് വലിയവനായ ദൈവത്തെ ധ്യാനിക്കുവാൻ നമുക്ക് സാധിക്കണം. ദാവീദ് രാജാവിന് അതിന് സാധിച്ചിരുന്നു. എന്നാൽ തൻ്റെ മകനായ ശലോമോൻ രാജാവിന് അത് സാധിച്ചിരുന്നില്ല. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11-ാം അധ്യായം 4-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ നാം വായിക്കുന്നത്, അവൻ്റെ ഹൃദയം അവൻ്റെ അപ്പനായ ദാവീദിൻ്റെ ഹൃദയം പോലെ തൻ്റെ ദൈവമായ യഹോവയിങ്കൽ ഏകാഗ്രമായിരുന്നില്ല എന്നാണ്. നോക്കുക, ദാവീദ് രാജാവ് ദൈവസന്നിധിയിൽ തൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കിയിരുന്നു. അതുകൊണ്ട് ദൈവത്തെ അവൻ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് ദൈവം അവനെ സകല കാര്യത്തിലും അനുഗ്രഹിച്ചിരുന്നു. ദൈവ സാന്നിധ്യം ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്നു. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ എളിയവനായിരുന്ന ദാവീദിന് സാധിച്ചതിൻ്റെ കാരണം തൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ ഏകാഗ്രമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എന്നാൽ തൻ്റെ മകനായ ശലോമോൻ രാജാവിന് തൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് അന്യ ദൈവങ്ങളിലേക്ക് അവൻ്റെ ഹൃദയം ചാഞ്ഞുപോയി എന്നാണ് നാം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11-ാം അധ്യായത്തിൽ കാണുന്നത്. വലിയവനായ ദൈവത്തോടുള്ള ഭയം അവന് നഷ്ടപ്പെട്ടു പോയി. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ ദാവീദ് രാജാവിനെ പോലെ ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ദൈവം തൻ്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തി തന്ന് നമ്മെ സഹായിക്കുന്നവരാണ്. നാം ഇന്നത്തെ ദിവസം എന്താണ് ചെയ്യേണ്ടുന്നത്? എന്തൊക്കെയാണ് നാം അറിയേണ്ടുന്നത്? ഏതൊക്കെ വഴികളിലൂടെയാണ് നാം സഞ്ചരിക്കേണ്ടുന്നത് എന്നിത്യാദി കാര്യങ്ങൾ ദൈവവചനത്തിലൂടെ ദൈവം നമ്മെ അറിയിക്കും. 86-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൻ്റെ ആരംഭ ഭാഗത്തിൽ നാം വായിക്കുന്നത്, യഹോവേ, നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ, എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും എന്ന് തന്നെയാണ്. ദാവീദ് ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, എൻ്റെ ഹൃദയം അവിടുത്തെ സന്നിധിയിൽ ഏകാഗ്രമാക്കി അങ്ങേ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ അവിടുത്തെ വഴി എനിക്ക് കാണിച്ചു തരണമേ. ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അവിടുന്ന് എനിക്ക് കാണിച്ചു തരണമേ. നമുക്കും ഈ ദാവീദ് രാജാവിനെ പോലെ പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവേ, ഞാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കുന്നു, ഞാൻ അങ്ങേ ധ്യാനിക്കുന്നു, ഞാൻ എൻ്റെ ഹൃദയത്തിലെ മറ്റുള്ള എല്ലാ ചിന്തകളെയും മാറ്റിവെക്കുന്നു. അവിടുത്തെ മാത്രം ഞാൻ എൻ്റെ മുന്നിൽ കാണുന്നു. എൻ്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് കർത്താവേ, അവിടുത്തെ രൂപം കാണുവാൻ, അവിടുത്തെ തേജസ് മാത്രം കാണുവാൻ, അവിടുത്തെ പുത്രനിലൂടെ അവിടുന്ന് എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മറ്റുള്ള എല്ലാ ചിന്തകളും മാറ്റിവെച്ചിട്ട് ഹൃദയത്തെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ദൈവം നമ്മുടെ അരികിലേക്ക് വരുന്നത്, നമ്മെ തലോടുന്നത്, നമ്മെ സഹായിക്കുന്നത്, ഇന്നത്തെ ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള ദൈവകൃപ ധാരാളമായി നമുക്ക് നൽകുന്നത്, നമുക്ക് സൗഖ്യം ലഭിക്കുന്നത്, നമുക്ക് ആശ്വാസം ലഭിക്കുന്നത്, നമുക്ക് ധൈര്യം ലഭിക്കുന്നത്, എല്ലാം നേരിട്ട് കാണുവാൻ നമുക്ക് സാധിക്കും, എല്ലാം അറിയുവാൻ നമുക്ക് സാധിക്കും. ഇന്ന് രാവിലെ ആ ഒരു അനുഭവം നമുക്കുണ്ടാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കുമ്പോൾ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തെ നാം ഭയപ്പെടുന്നതായ സമയത്ത്, നമ്മൾ ഹൃദയം ഏകാഗ്രമാകുന്നതായ സമയത്ത് ദൈവം നമ്മുടെ അരികിലേക്ക് വരുന്നത് വ്യക്തിപരമായി അനുഭവിച്ചറിയുവാൻ നമുക്ക് സാധിക്കും. ദൈവവുമായിട്ടുള്ള മനുഷ്യൻ്റെ ബന്ധം വ്യക്തിപരമായിട്ടുള്ളതാണ്.
അത് വ്യക്തി ജീവിതത്തിൽ അനുഭവിച്ചറിയേണ്ടുന്നതാണ്. ഹൃദയത്തെ ഏകാഗ്രമാക്കുന്ന സമയത്ത് മാത്രമേ അത് അനുഭവിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് രാവിലെ ദൈവം അതിന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തിൻ്റെ അരികിലേക്ക് ചെന്ന് ഹൃദയത്തെ ഏകാഗ്രമാക്കി ദൈവ മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ഇന്ന് രാവിലെ കർത്താവ് നമ്മെ സന്ദർശിക്കുന്നതും നമ്മെ സഹായിക്കുന്നതും അനുഗ്രഹിക്കുന്നതും സൗഖ്യമാക്കുന്നതും ധൈര്യപ്പെടുത്തുന്നതും ബലപ്പെടുത്തുന്നതും എല്ലാം അനുഭവിച്ചറിയുവാൻ സാധിക്കും. ആ ഒരു വലിയ അനുഗ്രഹം ഇന്നത്തെ ദിവസം മുഴുവനും അനുഭവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽപ്പാൻ ഞങ്ങളെ സഹായിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അത്യുന്നതനായ അവിടുത്തെ സന്നിധിയിൽ അടുത്തു വരുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾ കേവലം മനുഷ്യരാണല്ലോ. പലപ്പോഴും ഞങ്ങളുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കുവാൻ ഞങ്ങൾക്ക് കഴിവില്ലാതെ ഇരിക്കുന്നല്ലോ കർത്താവെ. എന്നാൽ ഇന്ന് രാവിലെ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുത്തെ സന്നിധിയിൽ ഏകാഗ്രമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിലൂടെ അവിടുത്തെ ഭയപ്പെടുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. അങ്ങനെ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവെ. അങ്ങനെ അവിടുത്തെ സന്നിധിയിൽ ഹൃദയത്തെ ഏകാഗ്രമാക്കുമ്പോൾ രോഗികൾക്ക് അവിടുന്ന് സൗഖ്യം നൽകി സഹായിച്ചാട്ടെ. ക്ഷീണിതർക്ക് ആശ്വാസം നൽകിയാട്ടെ. കർത്താവെ, ബലഹീനരെ ധൈര്യപ്പെടുത്തിയാട്ടെ. ഇന്നത്തെ ദിവസം ജീവിക്കുവാൻ ആവശ്യമായ ദൈവകൃപ ദാനമായി നൽകി ഞങ്ങളെ സഹായിച്ചാട്ടെ. ഞങ്ങൾ പോകേണ്ടുന്നതായ വഴികൾ ഞങ്ങളെ കാണിച്ചാട്ടെ. അങ്ങനെ ഞങ്ങളുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കി അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ഇന്നത്തെ ദിവസം ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുന്ന് ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ടിരിക്കിയാൽ സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.